ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലുള്ള എല്ലാവരും ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്കാണ് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. കാരണം യുദ്ധഭീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യങ്ങളും. അപ്പോൾ ഇപ്പോൾ പേടിക്കേണ്ട ഒരു ഇതില്ല എന്ന് പറയുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. ഞങ്ങളുള്ളത് ഇപ്പോൾ യു എയിലാണ്, ഷാർജയിലാണ് ഉള്ളത്. അപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകളൊക്കെ ഇറാനിൽ നിന്ന് വരുമ്പോൾ യു എയുടെ ഡിഫെൻസീവ് ഉള്ള അവർ അതിനെല്ലാം തടുത്ത് നിർത്തിയിട്ട് ഞങ്ങളെ രക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് പറയാം. പക്ഷേ എന്നിരുന്നാലും ഭീതി, യുദ്ധം എന്ന് പറയുമ്പോൾ അത് ചെറിയ കുഞ്ഞുങ്ങളായിക്കോട്ടെ, ഈ യുദ്ധം എന്താണെന്ന് അറിയാത്ത കുഞ്ഞുങ്ങളൊക്കെയാണ് മരിച്ചു വീഴുന്നത്. അതേപോലെ തന്നെ ഒന്നും അറിയാത്ത നമ്മളൊക്കെ ഇവിടെ ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു നേരത്തെ എല്ലാ ഭക്ഷണത്തിനും അതേപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവാസികൾ ഇവിടെ വന്ന് ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് മേലുള്ള കടന്നുകയറ്റം, നമ്മളിതൊന്നും അറിയാത്ത ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേര്, നിരപരാധികളായ ഒരുപാട് പേര് മരിച്ചു വീഴാനുള്ള ഒരു അവസരം ഉണ്ടാകുന്ന യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല. സമാധാനത്തിന്റെ പാതയിലൂടെ, ചർച്ചയിലൂടെ ഈ യുദ്ധം എത്രയും പെട്ടെന്ന് നിൽക്കണമെന്ന് നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ എന്ത് തേങ്ങയ്ക്കാണാവോ ഈ ഫിഫ ഡിസംബറിൽ ഈ ചങ്ങായിക്ക് സമാധാനത്തിനുള്ള സമ്മാനം കൊടുത്തതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഫിഫയോടൊക്കെ ശരിക്കും പുച്ഛ തോന്നുന്നത്. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ നമുക്ക് വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊന്നുമല്ല, പക്ഷേ എന്തായാലും ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ അതിൻ്റെ കൂടെ ചെയ്യാമെന്നുള്ള ഒരു ഇതിൽ ഞാൻ വീഡിയോ ചെയ്യാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ട് അന്വേഷിച്ചു, സേഫല്ല ബ്രോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് അന്വേഷിച്ചിട്ടുണ്ട്. അവർക്ക് എല്ലാവർക്കും നമ്മുടെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് പേര് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരും കൂട്ടുകാരൊന്നും അല്ലാത്ത, നമ്മളെ തീരെ പരിചയമില്ലാത്ത, ഈ സോഷ്യൽ മീഡിയയിൽ ജസ്റ്റ് ഈ ഒരു യൂട്യൂബും അതേപോലെ ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉള്ളത് കൊണ്ട് മാത്രം പരിചയമുള്ള, ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആൾക്കാർ നമ്മളെ സേഫ് അല്ലേ ചോദിച്ച് അന്വേഷിക്കുമ്പോൾ അവരോട് ഒരുപാട്, അത് ഭയങ്കര സന്തോഷം, അത് ഒരുപാട് നന്ദിയും അറിയണേ ഈ ഒരു നിമിഷത്തിൽ. അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ രാത്രി നടന്ന വില്ലറൽ വിസസ് ബാഴ്സലോണ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന മത്സരത്തെ കുറിച്ചാണ്. മത്സരത്തിൽ എമാലിന്റെ പൂന്ത് വിളയാടലായിരുന്നു പറയാം. പൂന്ത് വിളയാടുക എന്നറിയില്ല, എമ്മാതിരി കളിയുടെ ഹാട്രിക്, കരിയറിലെ ഹാട്രിക് അടിച്ചിരിക്കുന്ന ചങ്ങായി 18ാമത്തെ വയസ്സിൽ 101 ഗോൾ ആൻഡ് അസിസ്റ്റ് എന്ന റെക്കോർഡിനും തിരുത്തിയിരിക്കുകയാണ്. അതും ഹൻസി ഫ്ലിക്കിന്റെ 100ാമത്തെ മത്സരത്തിലെന്ന് ആലോചിക്കണം. ആ ഹാട്രിക് തയ്ക്കുന്നത് പെഡ്രി പോട്ടർ എന്ന ആ മിഡ്ഫീൽഡ് മാജിഷ്യന്റെ ആ ഒരു അസിസ്റ്റിലാണ് ആ ഹാട്രിക് തയ്ക്കുന്നത് കൂടി ആലോചിക്കണം. അതേപോലെ തന്നെ പണ്ടത്തെ നമ്മുടെ 8ാം നമ്പറും 10ാം നമ്പറും തമ്മിലൊരു കോംബോ ഉണ്ടല്ലോ, അതാണ് ഇവിടെ ഓർമ്മ വന്ന് ശരിക്കും. എന്താന്ന് പറഞ്ഞാൽ പണ്ട് ഇനിയസ്റ്റ ഇങ്ങനെ ഒരു അസിസ്റ്റുകൾ, ആരും കാണാത്ത അസിസ്റ്റുകൾ ആ 10ാം നമ്പറുകാരനായ മെസ്സിക്ക് ഇട്ട് കൊടുക്കലുണ്ട്. എന്നിട്ട് ആ മെസ്സി അതൊന്ന് ഫിനിഷ് ചെയ്യേണ്ട, അതൊന്ന് ഓർമ്മ വന്നു ആ കളി കണ്ടപ്പോൾ. പെഡ്രി സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് ഇറങ്ങിയത്. ഇറങ്ങിയ ശേഷം കളി ഇങ്ങനെ പോയിക്കൊണ്ട് സെന്ററിൽ ഇങ്ങനെ ബോളിട്ട് ഇങ്ങനെ ഇങ്ങനെ ബോൾ ഇങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ബോൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് വില്ലറലിന്റെ പെനാൽറ്റി ബോക്സിന്റെ ഉള്ളിലേക്ക്. യമാൽ അവിടെ നിന്ന് അത് മുൻകൂട്ടി കണ്ട് യമാൽ അത് ഓടിയെടുത്ത് ഒരു ക്ലാസ് ഫിനിഷ്. ഇതിനു മുമ്പ് മെസ്സിയുടെ കളി കണ്ടപ്പോൾ ചിലപ്പോൾ ഇതിന്റെ സെയിം 1-2 അസിസ്റ്റുകളൊക്കെ ഈസ്റ്ററിന്റെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിന് സെയിം ആയിട്ട് അധികം കിട്ടാതിരിക്കില്ല. അമ്മാതിരി ഒരു അസിസ്റ്റാണ് ഹൻസി ഫ്ലിക്കിന്റെ 100ാമത്തെ മത്സരത്തിൽ കോച്ചിന് സർപ്രൈസ് ആയിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നത്. 2 ഗോൾ അടിച്ചപ്പോൾ ഞാൻ റെഹാന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെഹാൻ എന്ന ഹാട്രിക് അടിക്കുമെന്ന്. അപ്പൊ അവൻ പറഞ്ഞു ഹാട്രിക് അല്ല, ചിലപ്പോൾ അതിന്റെ ബോൾ അടിക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷെ ഹൻസി ഫ്ലിക്ക് ചങ്ങായിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്തായാലും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചിരിക്കുകയല്ല, അപ്പൊ എന്തായാലും സബ്സ്റ്റിറ്റ്യൂട്ട് കുറച്ച് കളിക്കട്ടെ. എന്താ പറഞ്ഞാൽ അടുത്ത കളിക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനർജി വേണം. അതേപോലെ തന്നെ റൂണിക്കും റാഷ്ഫോർഡിനും എല്ലാവർക്കും കളിക്കാനുള്ള അവസരങ്ങൾ വേണം. ഫസ്റ്റ് ഹാഫിൽ പെഡ്രി ഇല്ലാതെ, ഡിജോൺ ഇല്ലാതെ ഇന്ന് സ്റ്റാർട്ടിങ്ങിൽ ഫെർമിനും അതേപോലെ തന്നെ ഓൽമോയും ബെർണാലുമാണ് 3 ആളാണ് മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തായിരിക്കും വില്ലറലിനെ പോലെ ഒരു ടീം? വില്ലറൽ പറഞ്ഞാൽ ലീഗിൽ 3ാം സ്ഥാനത്താണുള്ളത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ 1-2 സ്ഥാനങ്ങളിൽ ഭയങ്കര ഫൈറ്റ് കൊടുത്തിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അവർക്ക് ക്യാമ്നോയിലാന്ന് വന്ന് കളിക്കുന്നുള്ള കാര്യമാണ് ആകുള്ളൊരു ആശ്വാസം. അങ്ങനെ ഇവര് 3 പേരായിട്ടാണ്. എന്തായാലും പെഡ്രിക്ക് ഇനി അടുത്ത അറ്റൻഡിക്ക് വേണ്ടിയിട്ട് കളിക്ക് ഫുൾ ടൈം കളിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് പരിക്കൊക്കെ മാറി വന്നുകൊണ്ട് ഹൻസി ഫ്ലിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് പെഡ്രിയെ ഇറക്കിയത്. അപ്പോൾ ഇവർ 3 ആളായിട്ട് കളി തുടങ്ങി. പക്ഷെ കളി തുടങ്ങി കുറച്ച് ചാൻസുകളൊക്കെ ക്രിയേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് യമാലിലൂടെ തുടങ്ങി ഗോൾ അടിക്കാൻ. അതിന് ഫെർമിനാണെന്ന് 2 അസിസ്റ്റും കൊടുക്കുന്നത് ആലോചിക്കണം. അങ്ങനെ കിടിലൻ കളിയാ. ഫസ്റ്റ് ഹാഫിൽ തന്നെ കുണ്ടയ്ക്കൊക്കെ കിടിലൻ അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ മുതലാക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ലെഫ്റ്റ് വിങ് നോക്കിക്കഴിഞ്ഞാൽ ബാൽഡെ ഉണ്ടായിരുന്നു. ബാൽഡയുടെ ഇന്ന് മുൻപിലത്തെക്കാളും കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് ആണ് കണ്ടത്. എനിക്കിന്ന് ഭയങ്കര ഡിസപ്പോയിന്റ് ആയത് ഫെറാൻ ടോറസിന് എന്താ പറ്റുന്ന അറിയില്ല. ചങ്ങായി മോശമൊക്കെ തന്നെയാണ്, പക്ഷെ ചങ്ങായിയുടെ ബെസ്റ്റാണ് ഈ സീസണിൽ തുടക്കം മുതൽ എടുത്തു. കഴിഞ്ഞ സീസണിലും അതേപോലെ ഈ സീസണിൽ തുടക്കം എടുത്തുകൊണ്ടിരുന്ന ബെസ്റ്റാണ്. ഇപ്പോഴും ലാലീഗില് ബാഴ്സലോണയുടെ ടോപ്പ് ഗോൾ സ്കോറർ ഫെറാൻ ടോറസ് തന്നെയാണ്. അപ്പോൾ ആ ചങ്ങായിന്റെ ഭാഗത്ത് നിന്ന് ഇത്രയും എന്താ പറയാ, ആ ഒരു
ചാൻസ് ബോൾ കൺട്രോൾ ചെയ്യാൻ, അതേപോലെ തന്നെ ഒരു വെറുതെ ഗ്രൗണ്ടിൽ കിടന്ന് ഇങ്ങനെ ഓടുക എന്നല്ലാതെ പ്രസ് ചെയ്യുന്നുണ്ട് അതും ഫുള്ള് ചെയ്യുന്നില്ല, അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതും ഫുള്ള് ചെയ്യുന്നില്ല, അതേപോലെ തന്നെ ബോൾ കൺട്രോൾ ചെയ്യാൻ പറ്റും അതും ഫുള്ള് ചെയ്യാൻ പറ്റും, ഒന്നും ഫുൾഫിൽ ആവുന്നില്ല. എവിടേക്കോ ഒരു പരിക്കൊക്കെ ഉള്ള ഒരു പ്ലേയേഴ്സ് കളിക്കില്ല അതേപോലുള്ള ഒരു മെന്റാലിറ്റിയിലാണ് കളിക്കുന്നത്. ഹാൻസി ഫ്ലിക്ക് വന്നിട്ട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ ഈ ചങ്ങായി വീണ്ടും പഴയ ആ ഒരു ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം പ്രകടനങ്ങൾ കാഴ്ചക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ലെവൻഡോസ്കിയുടെ ഒരു ഗോൾ അവസാനം, ഒരു കുണ്ടയുടെ ഒരു അസിസ്റ്റിൽ ഒരു ഗോൾ വന്നിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയിട്ട് സ്ട്രൈക്കർമാർ കുറച്ച് കാലത്ത് ഗോൾ ശേഷം അടിച്ചിരിക്കുകയാണ്. അതിന് മുമ്പ് യമാലും അതേപോലെ തന്നെ മിഡ്ഫീൽഡർമാരൊക്കെയാണ് ഗോൾ അടിക്കൽ. അപ്പോൾ സ്ട്രൈക്കറായിട്ട് ലെവൻഡോസ്കി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഗോൾ അടിച്ചിരിക്കുകയാണ്. അതും ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഓഫ് സൈഡ് വാറിൽ ഓഫ് സൈഡ് എല്ലാം തെളിഞ്ഞതിന് ശേഷമാണ് ഗോളാവുന്നത്. അങ്ങനെ 4-1 വിജയമാണ് വില്ലേറിൽ. വില്ലേറിൽ ഒരു സമയത്ത് 2-1 നിൽക്കുന്ന സമയത്ത് കിടിലൻ പെർഫോമൻസിൽ അവര് മുന്നിലെത്തും അല്ലെങ്കിൽ സമനില നേടുന്നൊക്കെ എപ്പോഴും വിചാരിച്ചു. ഏത് സമയത്തും ഒരു സമനില അല്ലെങ്കിൽ വില്ലേറിൽ കളിയിലേക്ക് വരുന്ന കണ്ട സമയത്താണ് ഹാൻസി ഫ്ലിക്ക് നമ്മുടെ ആവനാഴിയിലെ അവസാന അമ്പായ ഫെഡറി പോട്ടറെ ഇറക്കി വിട്ട ശേഷം പിന്നെ ബോൾ അങ്ങോട്ട് കൺട്രോൾ ചെയ്ത് പിന്നെ അതാ മൂന്നാമത്തെ ഗോളിന് അസിസ്റ്റ് യമാലിന് കൊടുക്കുന്നു. കളി 100% കൺട്രോൾ ആവുന്നു. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ബെർണാലിന് യെല്ലോ കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി സെക്കൻഡ് ഹാഫിൽ യെല്ലോ കാർഡ് കിട്ടി കളി തിരിച്ചു പോകണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അതേപോലെ തന്നെ റഫീനയ്ക്ക് ഒരു യെല്ലോ കാർഡ് കിട്ടി. റഫീന് എന്തിനാണ് ആ യെല്ലോ കാർഡ് വാങ്ങിച്ചതെന്ന് ഒരു പിടിയില്ല. ആ റഫറി ആണെങ്കിൽ പരമാവധി ക്ഷമിച്ചു നിൽക്കുക. എന്തൊക്കെയോ ആ ഒരു ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി, രണ്ട് ടീമുകളും കോച്ചുകാരും തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ റഫറിയോട് കയർത്തിട്ട് ആള് പരമാവധി ക്ഷമിച്ചു. പിന്നെയും തിരിച്ച് ഫെറാൻഡോ ടോറസ് എല്ലാവരും റഫീനെ അന്വേഷിച്ചു കൊണ്ടുവന്നു. പിന്നെയും ചങ്ങായി വന്നിട്ട് കൊളുത്തി യെല്ലോ കാർഡ് വാങ്ങിച്ചപ്പോൾ സമാധാനമായിട്ട് പോയി. ഇനി അടുത്ത് സംസാരിക്കുന്നത് ചിലപ്പോൾ എന്തോ പ്രശ്നം ഉണ്ട്. എന്താ പറഞ്ഞാൽ 2-3 മത്സരങ്ങളായി റഫീന ആളുടെ ഗോൾ സ്കോറിങ് അത് ഇവിടെ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഉള്ള പ്രസ്റ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പൊ അതെന്തായാലും അടുത്ത കളിക്ക് അറ്റ്ലറ്റിക് മഡ്രിഡിന്റെ കൂടെ എന്തായാലും തീർത്തു കൊടുക്കുന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇപ്പൊ ഇരിക്കുന്ന റഫീനയുടെ ആ ഒരു കമ്പാക്കിനെ കാത്തിരിക്കുകയാണ്. അപ്പോ അങ്ങനെ കളി 3-1 അവസാനിക്കുന്നു വിചാരിച്ച അവസാന സമയത്താണ് കുണ്ടയുടെ എക്സ്ട്രാ ടൈമിൽ 90 മിനിറ്റ് ശേഷം കുണ്ടയുടെ ഒരു കിടലിന് അസിസ്റ്റിൽ ലെവൻഡോസ്കി, അതും ഓഫ് സൈഡ്, അവസാനം വാർ ചെക്ക് ചെയ്തപ്പോൾ ഓഫ് സൈഡ് അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ 4-1 വിജയം, കിടിലൻ വിജയമാണ്. റയൽ മഡ്രിഡായിട്ടുള്ള പോയിന്റ് ഗ്യാപ്പ് വീണ്ടും 4 ഇനി അടുത്ത റയൽ മഡ്രിഡിന്റെ മത്സരം വരാണ്ട് അതിൽ റയൽ മഡ്രിഡ് വിജയിച്ചാൽ മാത്രം 1 പോയിന്റ് ഗ്യാപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ ടേബിളിൽ 4 പോയിന്റോ അല്ലെങ്കിൽ 3 പോയിന്റോ ലീഡ് നിൽക്കാൻ പറ്റും. അപ്പൊ എന്തായിരിക്കും അടുത്ത മത്സരത്തിൽ റയലിന്റെ ഒരു എന്താ പറയാ, റയൽ വിജയിച്ചിട്ട് അതേപോലെ 1 പോയിന്റ് ഗ്യാപ്പ് ആവോ അതോ റയലിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പൊ നമുക്ക് കളിയിലെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ 16 ഷോട്ടുകളാണ് ബാഴ്സലോണ എടുത്തിട്ടുള്ളത്. അതിൽ 8 എണ്ണം ഓൺ ടാർജറ്റിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ വില്ലേറിൽ 7 ഷോട്ടുകൾ എടുത്തിട്ടുണ്ട്. അതിൽ 3 ഷോട്ടുകളാണ് ഓൺ ടാർജറ്റിലേക്ക് വന്നത്. 74% ബോൾ പൊസിഷൻ ഉണ്ടായത് ബാഴ്സലോണയ്ക്ക്. വില്ലേറിയലിന് കൂടെയാണെങ്കിൽ 26% ബോൾ പൊസിഷൻ ഉണ്ടായിരുന്നു. 766 പാസ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ 272 പാസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ 93% ബാഴ്സലോണ പാസിംഗ് അക്യുറസി ഉണ്ടായിരുന്നു. അവിടെ 78% ഫൗൾസ് നോക്കുകയാണെങ്കിൽ 13-ഉം 9-ഉം. യെല്ലോ കാർഡ്സ് 2-ഉം 1 കിട്ടിയിട്ടുള്ളത്. കോർണേഴ്സ് നോക്കുകയാണെങ്കിൽ 3-ഉം 2-ഉം കിട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ബാഴ്സലോണയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോർണേഴ്സിൽ ഗോൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ന് ക്ലീൻ ഷീറ്റ് ആയിരുന്നു. അപ്പോ ഇങ്ങനെയൊക്കെയാണ് കളിയിൽ. പിന്നെ ഓൽമോയുടെ കാര്യം എനിക്ക് എന്താ പറയാ, ചങ്ങായി കിട്ടുന്ന അവസരങ്ങളൊക്കെ അങ്ങോട്ട് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 1-2 ഗോൾ ആള് ഓരോ കളിയിലും സ്കോർ ചെയ്യുന്നുള്ള കാര്യമാണ്. ഗാവിയുടെ തിരിച്ചുവരവാനായിട്ട് എത്രയും പെട്ടെന്ന് കാത്തിരിക്കുക. എന്താ പറഞ്ഞാൽ ഓരോ മിഡ്ഫീൽഡർമാർക്ക് ഇപ്പോൾ ഡിജോൺ എന്തായാലും ഒരു 4-5 കളിക്ക് ഇനി ബാഴ്സലോണയ്ക്ക് അവൈലബിൾ ആയിരിക്കില്ല. അപ്പോൾ ഗാവി എത്രയും പെട്ടെന്ന് സ്ക്വാഡിൽ തിരിച്ചെത്തിയിട്ട് ഒരു റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ നടന്നാലാണ് പരിപാടി നടക്കുള്ളൂ എന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ കണ്ടില്ലേ, ബാൽഡിയും കുണ്ടൊക്കെ കളി സ്പീഡാക്കി തുടങ്ങി. എന്താ പറഞ്ഞാല് അടുത്ത ആളോടെ വേക്കൻഡിൽ പിന്നാലെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ എന്തായാലും കളിച്ചില്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല, ബെഞ്ചിലിരിക്കേണ്ടി വരുന്നുള്ള. അതേപോലെ റാഷ്ഫോർഡ് ഇന്ന് വന്ന് കുറച്ചു നേരം ആളുടെ, അതേപോലെ റൂണിയും കളിക്കാൻ ഇന്ന് കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അടുത്ത മത്സരത്തിൽ ഗുണം ചെയ്യുന്നു വിചാരിക്കുന്നു. അടുത്ത അത്ലറ്റിക് മഡ്രിഡിന്റെ മത്സരത്തിൽ എന്തായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ഹാൻസി ഫ്ലിക്ക് എന്തായിരിക്കും കാണുക. അന്നത്തെ 2 മത്സരം തോറ്റോടുകൂടി ഹാൻസി ഫ്ലിക്ക് ടീമിൽ കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ടീമിന്റെ ആ ഒരു എനർജിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും അടുത്ത മത്സരമാണ് ബിഗ് മാച്ച്. കമ്പാക്ക് അടിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അത്ലറ്റിക് മഡ്രിഡാണ്. അതിനെതിരെ 4 ഗോളുകൾ അടിക്കണം, 4 ഗോളുകൾ കൂടുതൽ അടിച്ചു ജയിക്കണം. അപ്പൊ വലിയൊരു കടമ്പ തന്നെയാണ്. അപ്പൊ കാത്തിരുന്ന് കാണാം എന്തായിരിക്കും സംഭവിക്കുക. അതും ഫൈനലിലേക്കുള്ള കടമ്പയാണ്. അപ്പൊ എന്തായാലും ബാഴ്സലോണ കൈ നെയ്മർ എന്ന് പറയും. എന്തായാലും നെയ്മർ അന്ന് പണ്ട് പറഞ്ഞ പോലെ 1% ചാൻസും 90% ഫെയ്ത്തും അതേപോലെ യമാല് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്ന. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മാപ്രങ്ങൾ തന്നെ പറയണം, ഇവർ പടച്ചുവിടുന്ന ന്യൂസുകൾ ദയവ് ചെയ്ത് നമ്മുടെ കുടുംബക്കാരും ചങ്ങായിമാരും എല്ലാവരും നാട്ടുകാർ ഒന്നും വിശ്വസിക്കരുത്.
അവരൊക്കെ സ്ഥിരീകരിക്കാത്ത ന്യൂസുകൾ സ്ഥിരീകരിച്ചില്ലേ പിന്നെ എന്ത് തേങ്ങക്കാണ് നിങ്ങൾ ന്യൂസ് പറയുന്നത്? സ്ഥിരീകരിച്ച ന്യൂസ് പറഞ്ഞാൽ പോരെ? ഇതൊക്കെ ഒഫീഷ്യലായിട്ടുള്ള സൈറ്റുകളിലും കാര്യങ്ങളും വരുന്നുണ്ട്, അവിടെ നോക്കി മനസ്സിലാക്കാം. അല്ലെങ്കിൽ വിശ്വസനീയമായ സോഴ്സിൽ നിന്ന് മാത്രം എടുക്കുക. വെറുതെ ടെൻഷൻ അടിപ്പിച്ച് നട്ടായിരുന്നേ, അല്ലാതെ വേറെന്താ? അപ്പൊ എന്തായാലും യുദ്ധമൊക്കെ പെട്ടെന്ന് തീരട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.